അമ്മ. ഓ, ഞാനും അച്ഛനുമായിട്ടുള്ള ഉല്ലാസയാത്രയില് അമ്മയ്ക്ക് അസൂയം കുശുമ്പൊന്നും ഇല്ലല്ലോ? അതെ, കുശുമ്പ് വരാൻ ഇടയുള്ള സ്ഥലങ്ങളിലൊക്കെയാ ഞങ്ങൾ ചുറ്റാൻ പോകുന്നത്. നല്ല അസൂയം കുശുമ്പും ഉണ്ട്. ഞാനേ അസൂയ മൂത്ത് ഏതെങ്കിലും കുളത്തിലോ കിണറ്റിലോ ചാടിക്കൊള്ളാം. അങ്ങനെയാണെങ്കിലേ അയൽവക്കത്തുള്ള ആൾക്കാരെ കൂടി വിളിച്ച് ആഘോഷമായിട്ട് പോയാ മതി. ഓ, അപ്പോഴേ പത്രത്തിലൊരു വാർത്ത വരുമ്പോ ജനശ്രദ്ധ ആകർഷിക്കണ്ടേ? നീ ആ അരിപ്പെങ്ങെടുത്തേ. അതെ, നിന്നോട് അച്ഛനെയും കൊണ്ട് എവിടെയെങ്കിലും പോവാൻ പറഞ്ഞതാരാ? അമ്മ. ആണല്ലോ. എന്നാ എന്റെ മോള് പോവാൻ നോക്ക്. എന്നാ ചായ. അച്ഛ റെഡിയായോ? ഈ വേഷത്തിൽ കണ്ടാലേ പെമ്പിള്ളേർക്ക് ക്രഷ് തോന്നും. ഒരു മാലാഖ അച്ഛനോട് പറഞ്ഞു ഈ ഡ്രസ് ഇടാൻ. അച്ഛൻ അനുസരിച്ചു. അനുസരണാശീലമുള്ള കുട്ടികളെ മാലാഖയ്ക്ക് ഇഷ്ടമാണ്. നമുക്കേ അമ്മയും കൂടെ കൂട്ടായിരുന്നു. അനുസരണാശീലം ഇല്ലല്ലോ. അതെ, ഞാൻ അച്ഛനെ കൊണ്ടുപോകുന്ന എല്ലാ സ്ഥലവും അമ്മ പലതവണ കണ്ടിട്ടുള്ളതാ. അയ്യോ, അവിടെയൊക്കെ അമ്പിയെ നാടകം കളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. വർക്ക്ഷോപ്പുകാരനാ. CCTVയുടെ കാര്യം പറയാനായിരിക്കും. എന്താ ചേട്ടാ? ഈ കാറിന് പണിയണോ? പണിയാനല്ലേ എടുത്തോണ്ട് പോവാൻ പറഞ്ഞത്? അല്ല, ഇതിന്റെ ആയുസ് തീർന്നിരിക്കുക. ആയുസ് തീർന്നു താനാണോ തീരുമാനിക്കുന്നത്? ആയുസ് തീരാതിരിക്കാനല്ലേ മെക്കാനിക്കായി തന്നെ ഏൽപ്പിച്ചത്? അല്ല, വെറുതെ ഇതീ പണിഞ്ഞ് കാശ് കളയണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കാശ് കളഞ്ഞോട്ടെ. ശരി ചേച്ചി. എന്താ മോളെ? കാറിന്റെ ആയുസ് തീർന്നു. അത് ശരിയല്ലേ മോളെ? അത് ശരിയല്ല. എന്താ അവിടെ ഒരു ബഹളം? പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിലേ കുഞ്ഞുവാവ ഇന്ന് ഉറങ്ങില്ല. എന്താ ചേട്ടാ? കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിരുന്നേ, കാറിന്റെ ആയുസ് തീർന്നു. ബെസ്റ്റ്. നേരിട്ടാണ് അയാളതിപ്പോ അവളോട് പറഞ്ഞതെങ്കിൽ അയാളുടെ ആയുസ് തീർന്നേനെ. അച്ചുവേട്ടന് കാറ് ജീവനാന്നുള്ളത് അവക്ക് അറിഞ്ഞൂടെ? കാറിന്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞ അച്ഛന്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞ പോലെ അവക്ക് എന്നും ചോദിക്കും എന്താ കാറും മോളും തമ്മിലുള്ള ബന്ധമെന്ന്. അച്ഛന്റെ മരുന്നെടുത്തില്ല. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ അച്യുതനെ രക്ഷപ്പെടുത്താൻ കഴിയണമെന്നില്ല. മരണത്തിന് വിട്ടുകൊടുക്കണം. അച്ഛാ പോ. അമ്പേ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. പോയിട്ട് വരാമേ. അപ്പൊ ബൈ. ശരി. അജയ്ക്കും അഞ്ജനയ്ക്കും സമ്മതമാണെങ്കിൽ വിവാഹം ഇനി അധികം നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല. എന്താ ഭവാനി? അമ്മ പറയുന്നതില് എനിക്ക് എതിരഭിപ്രായമുണ്ടോ? അതല്ല, നിനക്ക് നിന്റെ മോളെ അജയ്ക്ക് കൊടുക്കുന്നതിൽ സമ്മതക്കേടൊന്നുമില്ലല്ലോ. ഭവാനി പറഞ്ഞതല്ലേ അമ്മയാ തീരുമാനിക്കുന്നെങ്കിൽ എതിർപ്പില്ലെന്ന്. ജോത്സ്യനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോഴേ മാധവ, നിന്റെ മകന് എത്രയാ വേണ്ടത് സ്ത്രീധനം? അമ്മ ഇന്ന് നല്ല മൂഡിലാണല്ലോ. എല്ലാം ഒരു കോമഡി ടോക്ക്. കോമഡി അല്ല മോനെ, സീരിയസാ. ഇനി നാളെ അതൊരു വിഷയമാകരുത്. അഞ്ജനയുടെയും ഭവാനിയുടെയും പേരിൽ കുറച്ച് ഭൂസത്ത് കുറവാ. പക്ഷേ അതൊന്നും നീ കാര്യമാക്കണ്ട. എന്ത് വേണേലും ഞാൻ തരും. എന്താ അമ്മേ, അഞ്ജന നമ്മുടെ ആരാ? അവള് നമ്മുടെ മോളല്ലേ. കണക്ക് പറയേണ്ട കാര്യമുണ്ടോ? സത്യ, നീ അജയുടെ അമ്മാവനും അഞ്ജനയുടെ വല്യച്ഛനുമാ. അഞ്ജനയ്ക്ക് അച്ഛനില്ല മോനെ. നീ ആ സ്ഥാനത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ നീ പെണ്ണ് വീട്ടുകാരോടൊപ്പം. ആ, അത് വേണോ അമ്മേ? അഞ്ജനയുടെ മുറയിൽ അമ്മാവനുണ്ടാവുമല്ലോ. അവരെ കാര്യം മനസ്സിലായി. ഭവാനി, സത്യന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിനക്കത് ബുദ്ധിമുട്ടാകുമോന്ന് കരുതിയ. എനിക്ക് ഇയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എന്റെ സാഗറിനെ മരണത്തിലെത്തിച്ചവനാ. പക്ഷേ എനിക്ക് ഈ വിവാഹം നടത്തിയേ തീരൂ. എന്താ ഭവാനി ആലോചിക്കുന്നത്? അമ്മ തീരുമാനിച്ചോളൂ. സത്യ, നിന്റെ മോളാണ് അഞ്ജന. നീ ആ കർമ്മം ചെയ്യണം മോനെ. അഭിരാമിയാണെന്ന് കരുതി ചെയ്താ മതി. അമ്മേ, ഏട്ടൻ അഭിരാമിയുടെ ഓർമ്മകളിലേക്ക് പോകുകാൻ തോന്നുന്നു. സത്യ മോനെ, ഇങ്ങ് വാ, ഇങ്ങ് വാ. അമ്മയുടെ അടുത്തിരിക്കെ. മോനെ, നിന്റെ മനസ്സറിയാത്ത അമ്മയല്ല ഞാൻ. എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. ഒരു ദിവസം സുമിത്ര അഭിരാമി മടങ്ങി വരും. അത് കണ്ടിട്ടേ ഞാൻ മരിക്കൂ. അവരും മടങ്ങി വരില്ല. അതിനായിട്ട് നിങ്ങൾ ജീവിക്കണ്ട. എത്രയും വേഗം മരിച്ചോളൂ. നമസ്കാരം. 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 ഇരുന്നാടോ ജോത്സ്യരെ. അല്ല, ജാതകപ്പൊരുത്തം എങ്ങനെയുണ്ട് ജോത്സ്യരെ? 10 ൽ 8 പൊരുത്തം. ശുഭലക്ഷണം. വിവാഹാനന്തര ജീവിതം ഐശ്വര്യപൂർണം. എല്ലാം കൊണ്ടും അത്യുത്തമം. എന്നാ പിന്നെ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കാം. ആവാം. അവൻ വന്നല്ലോ. എന്നാ ഇനിയെല്ലാം അജയുടെ സാന്നിധ്യത്തിലാവട്ടെ. അല്ല, അഞ്ജനെ കൂടെ വിളിക്കായിരുന്നല്ലോ. ഞാൻ വിളിക്കാമേ. അഞ്ജനേ, മോളെ അഞ്ജനേ. വരുന്നു. മുത്തശ്ശി, എന്താ ഇതൊക്കെ? അല്ല, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ, നിന്റെ അഞ്ജനയുടെ വിവാഹ നിശ്ചയത്തിനുള്ള തീയതി കുറിക്കുക. അല്ല, അതിന് അഞ്ജന സമ്മതിക്കണ്ടേ? അവക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിച്ചു. അവക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. മുത്തശ്ശിയോട് പറയാമെന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അഞ്ജനോടൊന്ന് ചോദിക്കേ. അഞ്ജന, നമ്മളെടുത്ത തീരുമാനം മുത്തശ്ശിയോട് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. എന്നാ ഇപ്പൊ പറയേ. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വിവാഹത്തെ പറ്റി സംസാരിച്ചു. ശരിയല്ലേ അജയ്? അതെ. എന്നിട്ട് എന്താ തീരുമാനം?
എന്റെ അജയുടെയും വിവാഹം മുത്തശ്ശി നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും. അതാ തീരുമാനിച്ചത്. അല്ല മുത്തശ്ശി, അവള് പറഞ്ഞു തീരട്ടെ. അജയ് പറഞ്ഞത് കുഞ്ഞിലേ തൊട്ട് എന്നെ ഇഷ്ടമായിരുന്നു എന്നാ. ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഫോണിൽ ലവ് സിമ്പിൾ അയക്കുമായിരുന്നു. പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കുകയായിരുന്നല്ലേ. മോളെ, ഇതിലൊന്നും ഒരു തെറ്റുമില്ലെന്നേ. ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സമ്മതം. അല്ല, എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന്റെ ഡ്രസ് കോഡ് വരെ തീരുമാനിച്ചു. ഹണിമൂൺ അങ്ങ് കാശ്മീരില. മുത്തശ്ശി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അത് അജയ് അവിടെ മിണ്ടാതെ നിന്നേ. ജോത്സ്യരെ, നിശ്ചയത്തിലുള്ള ദിവസം കുറിച്ചാട്ടെ. ശരി. നീ എന്താടാ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത്? ഞാൻ ഭവാനിയുടെ മകളാ. ഹലോ, താനിത് എവിടെയാടോ? ഞാൻ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇവിടെ കാര്യങ്ങളാകെ മാറി മറിയ. അവളെ കണ്ടെത്തിയോ? അഭിരാമിയാണെന്ന് ഉറപ്പുവരുത്തിയോ? ഇന്നെന്തായാലും സംഭവിക്കും. ഞാൻ വിളിക്കാം. അച്ഛൻ ഹാപ്പി അല്ലേ? മോള് ഹാപ്പിയല്ലേ? എന്നാ ഞാനും ഹാപ്പിയാ. അതെ, എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കഴിക്കണമെന്നല്ല, മോളുടെ ഡാൻസ് അത് കാണണം. ക്ലാസിക്കൽ. അതിന് അരങ്ങേറ്റം ആവണ്ടേ? അപ്പോഴല്ലേ. എടി മോളെ, അച്ഛന്റെ ഒരു ആഗ്രഹം പറയട്ടെ. അയ്യോ, ആമുഖമൊന്നും വേണ്ട, പറഞ്ഞു. ആ, ഒരു വഞ്ചി കയറി ഈ കായലൊന്ന് കാണണം. പിന്നെന്താ, കാണാലോ. ഇനി എന്താ ആഗ്രഹം? ഇനി വേറെ ഒന്നുമില്ല. അതെ, എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാ എനിക്കും വേണം. അച്ഛനിവിടെ ഇരിക്കും, ഞാൻ വാങ്ങിച്ചിട്ട് വരാം.
2 ഐസ്ക്രീം. അച്ഛനെ എന്നിൽ നിന്നകറ്റുമോ നോവായി മാറുമീ ചിന്തകൾ ഉള്ളിൽ തീരുന്ന വേദനയായി പെയ്യുന്നു നെഞ്ചിൽ ആ ജീവൻ എന്നിൽ നിന്നൊളിപ്പിച്ച് വയ്ക്കുമോ ശ്വാസം നിലയ്ക്കുവോളം ഈ കൈകൾ ഞാൻ കൂടെയുണ്ടാകിടണം മാറോട് ചേർത്തണയ്ക്കാൻ എന്നും എൻ കൂടെയുണ്ടാകിടണം
എന്താ? ചില രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, പറയാമോ? പറഞ്ഞോളൂ. അച്ഛനെയും മകളെയും കണ്ടു. അത് അച്യുതന്റെ മകളല്ല. മാഡം പറഞ്ഞ അടയാളം ഞാൻ അവളുടെ ശരീരത്ത് കണ്ടു. ഇടത് തോളിന്റെ പിന്നില് ഒരു മറുക്. എങ്കിൽ അവളെയാ ഞാൻ 22 വർഷം മുൻപ് കൊല്ലാൻ ഏൽപ്പിച്ചത്. അവൻ ചതിച്ചു. കമലേ, രണ്ടിനെയും കൊന്നേക്ക്. ഓക്കെ. ഇത് ഭൂമീസ് കോഫി, ഒന്ന് കുടിച്ചു നോക്ക്. ഇതൊക്കെ കുടിച്ചാലേ മാരക രോഗങ്ങൾ വരും. അഞ്ജന, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ഇതിന്റെ മരുന്ന് ഒരിക്കൽ ഞാൻ തന്നതാ, മറന്നിട്ടില്ലല്ലോ. ഞാനും അജയും തമ്മിൽ അഫെയറിലാണ്. അവൻ എന്റേതാ, ഭൂമി അവന്റേതും.